السلام عليكم ورحمة الله وبركاته. الحمد لله الذي بنعمته تتم الصالحات وبمنه وبفضله تتنزل الخيرات والبركات وبتوفيقه تتنزل الآيات والمقاصد. قال رسول الله صلى الله عليه وسلم: القبر أول منازل الآخرة فإن ينج منه فما بعده أيسر منه وإن لم ينج وما بعده أشد منه. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടാലും നരകത്തെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടാലും കരയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഖബറിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിപ്പൊട്ടി കരയാറുണ്ടായിരുന്നു. ചില ജനാസകളൊക്കെ ഖബറിലേക്ക് വെക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴുകയും അദ്ദേഹത്തെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യാറുള്ളത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിനെക്കുറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്: അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, പരലോകത്തെ ഒന്നാമത്തെ വീടാണ് ഖബർ എന്നുള്ളത്. ഫഇൻ യൻജ മിൻഹു ഫമാ ബാദഹു ഐസർ. ആരെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലളിതമായിരിക്കും, അല്ലെങ്കിൽ സുഖകരമായിരിക്കും. ഫഇല്ലം യൻജ, ആരെങ്കിലും ആ ചോദ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിചാരണകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാതിരിക്കുന്നുവോ, ഫമാ ബാദഹു അശദ്ദു മിൻഹു, പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും അവൻ്റെ ജീവിതത്തിൽ വളരെ കാഠിന്യമേറിയതായിരിക്കുമെന്ന്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആഖിറത്തിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഖബർ, അതുപോലെ തന്നെ പുനരുത്ഥാനം, മഹ്ശർ, തുലാസ്, സിറാത്ത് എന്ന പാലം, സ്വർഗ നരക പ്രവേശം തുടങ്ങിയ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് പരലോക ജീവിതം എന്ന് പറയുന്നത്. ഇതിൽ ഓരോ വ്യക്തികളെയും ഇതിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രംഗങ്ങളെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകളെ ഖബറിനെ പറ്റിയുള്ള സ്മരണകളായിരിക്കും ചില ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക. മറ്റു ചില ആളുകൾ മഹ്ശറിനെ കുറിച്ചുള്ള ആ വിചാരണയുടെ രംഗമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ പ്രകൃതമനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള രംഗങ്ങൾ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, നാളെ പരലോകത്ത് കുറ്റവാളികളായ ആളുകളോട് നരകത്തിലേക്കും അതുപോലെ തന്നെ സത്യവിശ്വാസികളോട് സ്വർഗത്തിലേക്കും പോകുവാൻ കൽപ്പിക്കുന്ന ആ ഒരു രംഗമുള്ള സൂറത്ത് യാസീനിലെ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകളെ നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറയുന്ന ആ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിപ്പൊട്ടി കരയാറുണ്ടായിരുന്നു. ഈ ഉമർ നാളെ രണ്ട് വിഭാഗം ആളുകളെ കൊണ്ടുവരികയും ഒരു വിഭാഗത്തെ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഗീർ, ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും ഇങ്ങനെ തെളിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ഉമർ ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെടുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യിക്കുമായിരുന്നു. വകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ
വജിഇനാക അലാ ഹഉലാഇ ഷഹീദ. പ്രവാചകരെ, നാളെ ഓരോ സമുദായത്തിൽ നിന്നും അവരുടെ സാക്ഷികളെ കൊണ്ടുവരുന്ന ആ ഒരു സന്ദർഭം, ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ സാക്ഷിയായിക്കൊണ്ട് പ്രവാചകരെ താങ്കളെ നാളെ കൊണ്ടുവരുന്ന ആ ഒരു സന്ദർഭം എന്നുള്ള ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയാറുണ്ടായിരുന്നു. അപ്പോൾ പരലോക ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രംഗങ്ങൾ പല ആളുകളുടെയും ഹൃദയത്തെ സ്വാധീനിക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവർ പരിവർത്തനം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഖബറിനെ കുറിച്ചുള്ള ചിന്ത, അതുപോലെ തന്നെ ഖബറിലെ രംഗങ്ങൾ, അത് ഭൂരിഭാഗം ആളുകളെയും സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ കാരണം അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തെ ഒന്നാമത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നുവോ, അവിടെ നിന്ന് മലക്കുകളുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ നടപടിക്രമങ്ങളിൽ നിന്നും ആര് രക്ഷപ്പെടുന്നുവോ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വളരെ എളുപ്പമായിരിക്കും. ചില പരീക്ഷകളിലൊക്കെ അല്ലെങ്കിൽ ചില കോഴ്സുകളിലൊക്കെ അതിന്റെ എൻട്രൻസ് ടെസ്റ്റുകൾ വളരെ കാഠിന്യമുള്ളതായിരിക്കും. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അയാൾക്ക് കോഴ്സ് പൂർത്തീകരിക്കുക വളരെ എളുപ്പമായിരിക്കും. സാധാരണ MBBSന്റെ ഒക്കെ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി കിട്ടലാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ സാധാരണഗതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ സ്ഥാനത്ത് അവിടെ നിന്ന് തന്നെ ഒരാൾ പാസ്സാകുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ കോഴ കൊടുത്ത് ചേരുകയും പിന്നീട് ബാങ്ക് ലോണും മറ്റുമൊക്കെ ആയിട്ട് അയാളുടെ ജീവിതം വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അവസാനം അത് തരണം ചെയ്യാൻ തന്നെ ആളുകളിൽ നിന്നും കൈക്കൂലിയും മറ്റുമൊക്കെ വാങ്ങി വളരെ പ്രയാസമുള്ള ഒരു രീതിയിലായിരിക്കും അയാളുടെ ജീവിതം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഖബറിലുള്ള ചോദ്യങ്ങൾക്കും അവിടെയുള്ള ഓരോ നടപടിക്രമങ്ങൾക്കും ശരിയായ രീതിയിൽ ഒരാൾക്ക് ഉത്തരം പറയുവാൻ സാധിക്കുകയാണെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ വിചാരണയും എളുപ്പമുള്ളതായിരിക്കും. സ്വർഗപ്രവേശം വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും വളരെ എളുപ്പമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഖബറിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് മഹാന്മാരായ ആളുകൾ വളരെ ഗൗരവപൂർവ്വം തന്നെ ശ്രദ്ധിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ റബീഅ ബിൻ ഖൈസം, അദ്ദേഹം തന്റെ വീട്ടിൽ ഒരു ഖബർ കുഴിച്ചിരുന്നു. എന്നിട്ട് ഇദാ വജദ ഫീ ഖൽബിഹി ഖസാവത്തുൻ ദഖല ഫീഹ, അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ല കാഠിന്യവും അനുഭവപ്പെടുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തോട് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളോടൊക്കെ ഒരു തരത്തിലുള്ള മടുപ്പും ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ആ ഖബറിൽ ചെന്ന് കിടക്കും. വകാന യമസ്സിലു അന്നഹു ഖദ് മാത്, ഇത് മരിച്ചതുപോലെ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം ഖബറിൽ കിടക്കും. വനദിമ വസഅല റജാ, എന്നിട്ട് റബ്ബിർജിഊനി ലഅല്ലി അഅമലു സാലിഹൻ. സാധാരണ ഖബറിൽ വെച്ച് വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ ആളുകൾ പറയും, ഒരു ചാൻസ് കൂടി എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഞാൻ വളരെ സാലിഹായി മുത്തഖിയായിക്കൊണ്ട് ജീവിക്കാം പടച്ചവനെ എന്ന് പറയുന്നത് പോലെ ആ ഒരു രംഗം അദ്ദേഹം ഇങ്ങനെ അഭിനയിക്കും. അപ്പോൾ റബീഅ ബിൻ ഖൈസം, പടച്ചവനെ എനിക്ക് ഒരു അവസരം കൂടി തരികയാണെങ്കിൽ ഞാൻ വളരെ സാലിഹായിട്ട് ജീവിക്കാം എന്ന് സങ്കല്പിക്കുകയും പിന്നീട് അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അദ്ദേഹത്തിന്റെ ജീവിതം അള്ളാഹുവിനോടുള്ള തഖ്വയിലും ഖുശൂയിലുമായിട്ട് അദ്ദേഹം അങ്ങനെ കഴിച്ചുകൂട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപാട് ആളുകൾ ജീവിതകാലത്ത് തന്നെ തങ്ങളുടെ ഖബറുകൾ കുഴിച്ച് തയ്യാറാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. ശാന്തപുരത്തെ PK ഉസ്താദൊക്കെ അയാളുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിനുള്ള ഖബർ തയ്യാറാക്കിയായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഖബറിനെ കുറിച്ചുള്ള ചിന്ത, അതുപോലെ തന്നെ ഖബറിലെ ജീവിതം, അത് എപ്പോഴും നാം വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ ഖബറിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവൻ കള്ളനാണ് എന്ന് ആകാശത്ത് നിന്നൊരു വിളിയാണ്, ഇവൻ കള്ളനാണ്, അവന് നരകത്തിൽ നിന്നുള്ള പ്രത്യേക വിരിപ്പ് നൽകുക. അങ്ങനെ നരകത്തിലേക്കുള്ള ഒരു കവാടം അവന്റെ ഖബറിൽ തുറക്കപ്പെടുകയായി. അതുപോലെ അവന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കപ്പെടുന്ന രീതിയിൽ അവന്റെ ഖബർ ഇടുങ്ങിയതായിത്തീരും. ആ സന്ദർഭത്തിൽ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു വികൃത രൂപത്തിലുള്ള ഒരു മനുഷ്യൻ ചെന്ന് വന്നിട്ട് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവനോട് പറയും,
ഞാനാണ് നിന്റെ കർമ്മങ്ങൾ. അതുകൊണ്ട് നീ ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങളാണ് ഞാൻ. അതുകൊണ്ട് ഇതിന്റെയെല്ലാം ഫലം നീ ഖിയാമത്ത് നാൾ വരെ അനുഭവിച്ചു കൊള്ളുക എന്ന് അവനോട് പറയും. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. അല്ലാഹുവിന്റെ ഉത്ബോധനങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, വളരെ കുടുസായ ജീവിതമായിരിക്കും അയാൾക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫനഹ്ശറുഹു യൗമൽ ഖിയാമത്തി ആമ. മാത്രമല്ല അത്തരത്തിലുള്ള ആളുകളെ ഖിയാമത്ത് നാളിൽ അന്ധനായിട്ടായിരിക്കും ഒരുമിച്ച് കൂടുക. അപ്പോൾ ഈ ആയത്ത് രണ്ടും ചേർത്തുകൊണ്ട് ചില മുഫസ്സിരികൾ പറയുന്നത് ഈ ഇടുക്കമുള്ള ജീവിതം എന്ന് പറയുന്നത് ഖബറിലുള്ള ഇടുക്കത്തെയാണ് എന്ന് ചില മുഫസ്സിറുകളൊക്കെ ഇതിന് അർത്ഥം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന വിയർത്ത് കുളിച്ച മ്ലേച്ഛമായ ആത്മാവിനോട് അവരെ പുറത്തെടുക്കുമ്പോൾ മലക്കുകൾ പറയും, ഏതാണ് ഈ മനുഷ്യൻ? ഈ മനുഷ്യനെ എല്ലാ ആളുകളും ശപിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, എന്റെ അടുത്ത് അവനെ കൊണ്ടുവരരുതേ എന്ന് ഓരോ ആളുകളും വിളിച്ചു പറയുന്നതായിട്ട് ഹദീസുകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫറോവർക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അന്നാറു യുറളൂന അലൈഹ ഖുദുവ്വൻ വഅശിയ. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അവരുടെ മുമ്പിൽ ഖബറിൽ വെച്ച് തന്നെ നരകം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അത് ഫറോവന്റെ ജനതയുടെ മാത്രം അവസ്ഥയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ വിവരിക്കുന്നുണ്ട്, സത്യനിഷേധിയായിട്ടുള്ള മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ദിവസവും അവരുടെ ഖബറിൽ വെച്ച് തന്നെ എങ്ങോട്ടാണ് അവർ പോകാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം കാണിക്കും. അതുപോലെ തന്നെ സത്യവിശ്വാസികളാണെങ്കിൽ അവർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും സ്വർഗത്തിന്റെ ഫോട്ടോ അവർക്ക് കാണിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതേ പ്രകാരം സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ച ഒരു മനുഷ്യൻ നഫ്സുൻ തയ്യിബയെ ഖബറിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ ദൃഢമായ രീതിയിൽ സ്ഥൈര്യത്തോടുകൂടി ഉത്തരം പറയുവാൻ അദ്ദേഹത്തിന് പ്രാണി നൽകുന്നതായിരിക്കും. മാത്രമല്ല അവരോട് മലക്കുകൾ പറയും, നം കനൗമത്തിൽ അറൂസ്. പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ വളരെ സ്വസ്ഥമായിട്ട് നിങ്ങൾ ഇവിടെ ഉറങ്ങിക്കോളൂ എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും. മാത്രമല്ല സ്വർഗത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള വൃക്ഷങ്ങളിൽ നിന്ന് അവർ എപ്പോഴും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഖബറിലെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള സന്ദർഭങ്ങളാണ് ഈ ഐഹിക ജീവിതം എന്നുള്ളത്. ഈ ജീവിതത്തിൽ നാം എത്രത്തോളം ഇത് ഗൗരവത്തിൽ ഉൾക്കൊള്ളുകയും അതിന് തയ്യാറാവുകയും ചെയ്യുന്നു, അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും നാളെ പാരത്രികമായിട്ടുള്ള വിജയം. വിശുദ്ധ ഖുർആനിന്റെ മക്കിയ സൂറത്തുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് ഈ പരലോകത്തെ ജീവിതത്തെക്കുറിച്ചാണ്. ഈ ഒരു ജീവിതത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് പൂർണ്ണമായിട്ടുള്ള സംസ്കരണം സാധ്യമാക്കുവാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ മുൻഗാമികളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ പരലോകത്തെക്കുറിച്ചുള്ള ബോധം, ഖബറിലെ ഓരോ രംഗങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തെ നിരന്തരമായിട്ട് നാം അതിനെക്കുറിച്ച് ആലോചിക്കുകയും നാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാന്മാരായ സൂഫികളിൽപ്പെട്ട ചില ആളുകളുടെ ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തോടുകൂടി ഒരാൾ ഒരിക്കൽ സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ അതിലെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള മീസാൻ കല്ലുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്പറുകൾ ഇങ്ങനെ കൊത്തിവെച്ചത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹം നോക്കി, ചില മീസാൻ കല്ലുകളുടെ മുകളിൽ 5 വർഷം എന്ന് എഴുതിയിട്ടുണ്ട്, മറ്റു ചിലതിന്റെ മുകളിൽ 2 വർഷം, മറ്റു ചില മീസാൻ കല്ലുകളുടെ മുകളിൽ 6 മാസം ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. അപ്പോൾ അതിലൂടെ സഞ്ചരിച്ച ആൾക്ക് എന്താണ് ഇതിന്റെ പൊരുൾ, യാഥാർത്ഥ്യമെന്ന് മനസ്സിലായില്ല. അങ്ങനെ അദ്ദേഹം ആ ഗ്രാമത്തിലെ പ്രായം ചെന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്ന് അന്വേഷിച്ചു, എന്താണ് ഇങ്ങനെ ചില മീസാൻ കല്ലുകളിലൊക്കെ ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ